അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഹൗസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി സ്പെഷ്യൽ തേങ്ങാമുറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ആദ്യം തേങ്ങാമുറിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ മല്ലിയില, ഇവയെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, ഇവയെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ബോയിൽഡ് പൊട്ടാറ്റോ ചേർക്കാം. ഇത് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ചെടുത്ത ചിക്കൻ ഷ്രെഡ് ചെയ്തതിന് ശേഷം ചേർക്കാം. ഇതിലേക്ക് 50 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നന്നായി മസാലയുമായി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാമുറിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് 1 മുട്ട ചേർക്കാം. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ പാല്, ഇവയെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇതിനാവശ്യമായ 3 ബോയിൽ ചെയ്ത മുട്ട, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തതിന് ശേഷം ഇത് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് തേങ്ങാമുറിയുടെ മസാല വെച്ചിട്ടുള്ള കോട്ടിംഗ് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി മുട്ട മസാല വെച്ച് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ ബാറ്ററിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ചേർക്കാം. ഇത് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ടേസ്റ്റി തേങ്ങാമുറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.